So how was your journey? ഓക്കെ വരാതിരിക്കാൻ പറ്റില്ലായിരുന്നല്ലോ. Papa? Papa? Hello my darling. Hey, Papa. Hey. How are you? I'm fine. How was your flight? Good. See, Papa has brought chocolates for you. Mummy, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല, ഓക്കേ? ചെല്ലു മോളെ, പപ്പ ഇവിടെ തന്നെ ഉണ്ടാവും. Please, Mummy. മോളു, you do one thing. ഇന്നിപ്പോ സ്കൂളിൽ പോ. എന്നിട്ട് ഫ്രണ്ട്സിനെ കൊടുക്ക്. Please, Papa, please, Ma. പോവാൻ. You go. Okay. ഞാൻ ബാങ്കിൽ നിന്ന് ഇറങ്ങുവാ. ഒരു അരമണിക്കൂർ കൊണ്ട് അങ്ങ് എത്തും. ആ ഇവിടെ നീയല്ലയോ നേരത്തെ ഈ ഫോണും ചോദിച്ചു വന്നു? അതെ. നിന്നോടൊന്നും മലയാളം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലയോ? ബേബി ഒരു സാധനം വാങ്ങിച്ചാൽ പിന്നെ വിൽക്കത്തില്ല. അതിനിപ്പോ കാഞ്ഞിര വന്നാലും ശരി, ഓണം വന്നാലും ശരി, മനസ്സിലായോ? നിന്ന് സമയം കളയാതെ പോടാവേ. മനുഷ്യനെ മെനക്കെടുത്ത. Excuse me, I want to recharge for like 100 rupees. ഇംഗ്ലീഷാ എന്നിട്ട് എടാ ഗിരീഷ്, നീ കുറെ നേരം കുറ്റി അടിച്ച പോലെ ഇരിക്കണത് എന്തായി? സാബു, ഈ ഐഫോൺ 6 എന്താ വില? എന്തിനാടാ? വിൽക്കാനാണോ? മേടിക്കാനാ. മേടിക്കണ കാര്യമൊന്നും നീ പറയണ്ട. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിക്കാൻ പോയിട്ട് നമുക്ക് നല്ലോണം കിട്ടിയില്ല ലാസ്റ്റ്. നല്ല തല്ലി. എടാ ഇത് അങ്ങനല്ലടാ, നീ ഒരു ഫോൺ എനിക്ക് ഇൻസ്റ്റാൾമെന്റ് താ. എൻ്റെ ഗിരീഷ് നിന്ന് മെനക്കെടുത്താണ്ട് പോയേ. എനിക്ക് ഇൻസ്റ്റാൾമെന്റ് വെച്ചോടൊന്നും ഇല്ല ഇവിടെ. പിന്നെ നീ ആയതുകൊണ്ട് മാക്സിമം ഒരു 5000 രൂപയുടെ ഫോൺ ഞാൻ വേണമെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് തരാം. എടാ നീ അത് ഒന്നും പറയണ്ട, ഐഫോണിന്റെ കാര്യം നടക്കൂല. ഇഷ്ടം Kumalangi. ആ കൊച്ചിനെ പറഞ്ഞോളൂ, എന്നെ വീട്ടിൽ അന്വേഷിക്കുമല്ലോ. 50 രൂപ റീചാർജ് ചെയ്ത് വന്നിട്ട് 50,000 രൂപ വർത്താനോ? മോളെ ഈ വളം കടിക്കുന്ന ഫോൺ എടുത്തിട്ട് പോയേ. That's rude, man. Rude. എടാ ഐഫോണിൽ നോട്ടോടണ്ടാ, ഇവിടെ CCTV ഒക്കെ ഉള്ളതാ. ഓ പപ്പയ്ക്ക് എത്ര ദിവസം ലീവ് കിട്ടും? ലീവ് നോക്കുന്നില്ല. യു നോ വാട്ട്, പപ്പേനെ ഞാൻ ഇനി എങ്ങോട്ടും വിടുന്നില്ല. വി ആർ ഗോയിങ് ടു അവർ നേറ്റീവ് നെക്സ്റ്റ് വീക്ക്, അപ്പാപ്പനെ കാണാൻ. പിന്നെ ഇപ്രാവശ്യം എന്തായാലും ഏഞ്ചലിനെ കാണാൻ പോകും. Hello? Yeah. Yeah, tell me. ആനിനോട് ഇതേപ്പറ്റി സംസാരിച്ചോ? ഇല്ല. ഓർത്തോളൂ, എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഇതേപ്പറ്റി അവളോട് സംസാരിക്കേണ്ടി വരും. കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആയതിനു ശേഷം എല്ലാം വിട്ടെറിഞ്ഞ് റെഡ് ക്രോസിന്റെ റെഫ്യൂജി ക്യാമ്പ് എന്ന് പറഞ്ഞ് ജോലിക്ക് പോകേണ്ട ആവശ്യം റോയ്ക്കുണ്ടോ? ആസ് എ മ്യൂച്വൽ ഫ്രണ്ട് ഐ എം ടെല്ലിങ് യു, ഗിവ് ഇറ്റ് എ സെക്കൻഡ് ചാൻസ്. എല്ലാം എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ഐ ഷുഡൻറ്റ് ഹാവ് ഗോട്ട് മാരിഡ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. ആൻഡ് മോറോവർ വി ഹാവ് ലോസ്റ്റ് ദാറ്റ് ബോണ്ട്. ചേച്ചി, ഇതുപോലെ ഞാനും സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞ് എങ്ങോട്ടെങ്കിലും പോയാൽ ആൻ്റെ കാര്യം പിന്നെ ആര് നോക്കും? ഇതിപ്പോ ഞാൻ കുട്ടിയെ നോക്കുന്ന ഉറപ്പുള്ളതുകൊണ്ടല്ലേ റോയ് ഇങ്ങനെ ചരട് പൊട്ടിയ പട്ടം പോലെ നടക്കുന്നത്. മോളെ മാത്രം സ്നേഹിക്കുന്ന ഒരു അച്ഛനെ അല്ല എനിക്ക് ആവശ്യം. ഐ നീഡ് എ ഫാമിലി. ആനിന് നിങ്ങളുടെ തീരുമാനം കൊണ്ടുണ്ടാവുന്ന നഷ്ടത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ നഷ്ടത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. വാട്ട് എവർ, മൈ ജോബ് ഇസ് ടു ഗെറ്റ് യു ഡിവോഴ്സ്. അഗെയിൻ യു തിങ്ക്. Bye. Papa? 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 Hey, sweetheart. How was your day? Amazing. പപ്പ, നമുക്ക് പുറത്തു പോവാം. ആദ്യം ബോട്ടിംഗ്, പിന്നെ PVR 3D. പിന്നെ ഞാൻ നാളെ സ്കൂളിൽ പോകൂല. ഇൻസ്റ്റെഡ് നമുക്ക് ഇപ്രാവശ്യം ഏഞ്ചലിനെ കാണാൻ പോവാം. പിന്നെ മോളു പപ്പയ്ക്ക് ഇപ്പൊ തന്നെ പോണം. പപ്പയുടെ വണ്ടി വന്നു. ആൻ, മോളു വെയിറ്റ് പ്ലീസ്, ലിസൺ ടു മീ. റോയെ ഇനി ഞാൻ ഒന്നിനും നിർബന്ധിക്കില്ല. യു ക്യാൻ ബി എ ഫ്രീ ബേർഡ്. പക്ഷെ പറ്റുമെങ്കിൽ അവളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. ഡിവോഴ്സിന് വേണ്ടി മാത്രം വിളിച്ചു വരുത്തിയതാന്ന് കരുതരുത്. എല്ലാം വളരെ പെട്ടെന്നാകുന്നതാണ് നല്ലത്. കുട്ടികളല്ലേ, വേഗം മറന്നോളൂ.
നിങ്ങൾ സർക്കാരിനോട് പോയി പരാതി പറയാവേ. ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർ വെള്ളം അടിക്കുന്ന ബാറുകളൊക്കെ സർക്കാർ പൂട്ടിയില്ലയോ? ബേബി ഞാൻ ഇറങ്ങുവാന്നേ. ശരി വെച്ചാ അതെ സാറടി സാറടിച്ചോ വളരെ നിന്നെ കാണാതിരുന്ന ഓട്ടെ കാറ് ചുമക്കുന്നു. നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോടാ ഞാൻ നീ അല്ലേടാ രാവിലെ ആ ഫോണും ചോദിച്ചുകൊണ്ട് വന്ന് അല്ലേ? നിന്നോട് ഞാൻ മലയാളത്തിലല്ലോടാ രാവിലെ പറഞ്ഞ തരത്തില്ല എന്ന്. അല്ല സാറേ മിണ്ടരുത്. പോടാ. സാർ ഇവിടെ വാ. നിനക്ക് ഈ വണ്ടി ഓടിക്കാൻ അറിയോ? നീ ഇത് കരുതുന്ന പോലെ സാധാരണ വണ്ടിയല്ല. ഓടിക്കോ? ഞാൻ ഓടിക്കാം സാർ. എന്നാ നീ ബേബി ഞാനൊന്ന് വീട്ടിൽ കൊണ്ടാക്കാം. അതിനിപ്പോൾ അധികം ചർച്ചിക്കാനൊന്നും നിൽക്കണ്ട. ഞാൻ പറയുന്ന വിലക്കാണെങ്കിൽ നാളെ ഞാൻ കാശുമായിട്ട് അങ്ങോട്ട് വരും. അതല്ല എങ്കിൽ നീ ഇങ്ങോട്ട് വിളിക്കണ്ട, ആ വെച്ചിട്ട് പോകും. ഇതാവേ നീ കാറൊന്നും നിർത്തിയിട്ടേ ആ ഡിക്കിയിലൊരു ഒരു ഒരു ആധാരക്കെട്ടിരിപ്പുണ്ട്, അതിങ്ങോട്ട് എടുത്തുണ്ടോ. അതിലേറ്റവും പുതിയത് കേട്ടോ. കിട്ടിയോ? ദാ ആ ഇത്